ഒന്ന് തുടരുക. സതീഷ് ഗോപി ഈ മേഖലയിലെ വിദഗ്ധൻ കൂടിയാണ്, അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സതീഷ് ഗോപി, കേരള തീരത്ത് നടന്ന ഒരു കപ്പൽ അപകടമാണ്. അതുണ്ടാക്കുന്ന മലിനീകരണ പ്രശ്നങ്ങൾ നിരവധിയാണ്. നമുക്കറിയാം, ഇപ്പോൾ തന്നെ മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധിയിലാണ്. ഇതിനു പുറമെ മത്സ്യം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ക്യാമ്പയിൻ, ഇങ്ങനെ ആ മേഖലയെ തന്നെ വലിയ പ്രതിസന്ധിയിലാക്കിയ സാഹചര്യമുണ്ട്. ഇതിനു പുറമെ തീരദേശങ്ങളിൽ ഈ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം, എങ്ങനെ നമുക്കൊരു നഷ്ടപരിഹാരം വാങ്ങിച്ചെടുക്കാം എന്ന ചോദ്യത്തിലാണ്. കൃത്യമായ അന്താരാഷ്ട്ര നിയമങ്ങൾ, സമുദ്ര നിയമങ്ങൾ അത് സംബന്ധിച്ചുണ്ട്. എങ്ങനെയാണ് നമ്മുടെ മൂവ്മെന്റ് നടക്കേണ്ടത്? ഇപ്പോ വളരെ ഈ ചോദ്യം വളരെ പ്രസക്തമാണ് ഈ ഇന്നത്തെ സാഹചര്യത്തിൽ. ഇവിടെ ഒരു കപ്പലിലെ മൊത്തം സാധനങ്ങളും കപ്പലിനെയും ഇൻഷുർ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടാവും. ആ കമ്പനി ഏതെങ്കിലും തരത്തിൽ ഒരു അപകടം ഉണ്ടായാൽ അതിന് ഇൻഷുറൻസ് നൽകേണ്ടത് ആ കമ്പനിയുടെ ചുമതലയാണ്. അതിൽ അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം ഉണ്ട്. ആ നിയമങ്ങളെല്ലാം കൃത്യമായി പാലിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു അപകടം ഉണ്ടായാൽ അതിന് ആ അപകടത്തിൽപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അപകടവുമായി ബന്ധപ്പെട്ട് നഷ്ടമുണ്ടായവർക്ക് ആ നഷ്ടം നികത്തേണ്ടതാണ്. അതിൽ നിന്ന് ആർക്കും മാറി നിൽക്കാൻ ഒക്കില്ല. ഇപ്പോ ലോകത്ത് ഒരു വർഷം പിന്നീട് ഏകദേശം 60 മുതൽ 100 വരെ കപ്പൽ അപകടങ്ങൾ ഉണ്ടാകുന്നതാണ് ഒരു കണക്ക്. അപ്പോ 60 മുതൽ 100 വരെ കപ്പൽ അപകടങ്ങൾ ഉണ്ടാകും. അതില് കപ്പൽ അപകടത്തിൽപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ഈ അപകടം മൂലം തീരദേശത്ത് വസിക്കുന്നവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവർക്കും എല്ലാം നഷ്ടപരിഹാരം കൊടുക്കാൻ കമ്പനി ബാധ്യസ്ഥരാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കൊച്ചിയിൽ നിന്നും ഏകദേശം 70 കിലോമീറ്റർ പുറത്ത് ഒരു കപ്പലപകടം ഉണ്ടായി. അതില് കണ്ടെയ്നറുകൾ പിന്നീട് വെള്ളത്തിൽ വീണു, കടലിൽ വീണു. ആ കണ്ടെയ്നറിലെ കെമിക്കൽസ് ഉണ്ടായിരുന്നു. ആ കെമിക്കൽസ് കാൽഷ്യം കാർബൈഡ് പോലെയുള്ള കെമിക്കൽസ് വെള്ളവുമായി കലർന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു 100 കണ്ടെയ്നർ കടലിൽ പതിച്ചിട്ടുണ്ട് എന്ന് കരുതുക. ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വെള്ളം എടുക്കുകയാണെങ്കിൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വെള്ളം എന്ന് പറയുന്നത് മൊത്തം ഭൂമിയിലുള്ള വെള്ളത്തിന്റെ 19.3% ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ളത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള വെള്ളം മൊത്തം എത്രയുണ്ടെന്ന് ചോദിച്ചാൽ ഏകദേശം 2640 ക്യൂബിക് കിലോമീറ്റർ, അതായത് 2640 ലക്ഷം ക്യൂബിക് കിലോമീറ്റർ വെള്ളമാണ് ഇതിലുള്ളത്. ലക്ഷം എന്നുള്ള ഞാൻ അടിവരയിട്ട് പറയുന്നു. 2640 ലക്ഷം ക്യൂബിക് കിലോമീറ്റർ ആണ്. ക്യൂബിക് മീറ്റർ അല്ല, ക്യൂബിക് കിലോമീറ്റർ. 1 കിലോമീറ്റർ നീളം, 1 കിലോമീറ്റർ വീതി, 1 കിലോമീറ്റർ പൊക്കം. അതിനകത്ത് വരുന്ന വെള്ളമാണ് 1 കിലോമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത്. നമ്മുടെ വേമ്പനാട് ലേക്കിൽ 1 കിലോമീറ്റർ ക്യൂബ് വെള്ളം പോലും ഇല്ല. ആ സ്ഥലത്താണ് ഇന്ത്യൻ മഹാസമുദ്രത്തില് 2640 ലക്ഷം ക്യൂബിക് കിലോമീറ്റർ വെള്ളമുള്ളത്. അപ്പൊ ഇതിനകത്ത് ഈ വീണ മാലിന്യങ്ങൾ കംപ്ലീറ്റ് ന്യൂട്രലൈസ് ചെയ്തു പോകും. ഓഷ്യനോഗ്രാഫി പഠിക്കുന്ന ഒരാൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അതിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ സമുദ്രത്തിനകത്തുണ്ട്. കാരണം നമ്മുടെ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് അഗ്നിപർവ്വതങ്ങളുണ്ട്. ഈ അഗ്നിപർവ്വം എറപ്റ്റ് ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് ടണ്ണാണ് സൾഫറും ഫോസ്ഫറസും ഒക്കെ അത് പുറന്തള്ളുന്നത്. അതിനെയൊക്കെ നിർവീര്യമാക്കാൻ നമ്മളെ സമുദ്രത്തിന് കഴിവുണ്ട്. അതുകൊണ്ട് ഇതിപ്പോ കോസ്റ്റൽ ഏരിയയിൽ വന്നിരിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞത് പ്ലാസ്റ്റിക് ഗ്രാന്യൂൾസ്. ആ ഗ്രാന്യൂൾസ് നമുക്ക് കളക്ട് ചെയ്ത് മാറ്റാവുന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഫിഷിംഗ് മേഖലയിൽ എന്റെ അഭിപ്രായത്തില് മീന് പിടിക്കുന്നതിനോ മീന് കഴിക്കുന്നതിനോ ഒന്നും ഒരു കുഴപ്പമില്ല. ഇതൊന്നും ഒരു പ്രശ്നവും ഇല്ല. അതിങ്ങനെ ഒരു കിംവദന്തി ആരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങൾ അവർക്കുണ്ടാവാം. ഇത് മത്സ്യമേഖലയെ യാതൊരു തരത്തിലും അഫക്ട് ചെയ്യില്ല. ഈ കാലഘട്ടത്തില് ഇപ്പോ മൺസൂൺ കാലഘട്ടം ആയതുകൊണ്ട് അവർക്ക് കടലിലിറങ്ങാനും, ഈ മത്സ്യബന്ധനം നടത്തുന്ന അല്ലെങ്കിൽ അതുമായി ഉപജീവനം നടത്തുന്നവർക്ക് കടലിലിറങ്ങാനും മത്സ്യം പിടിച്ച് അവർക്ക് ഉപജീവനം കഴിച്ചുകൂടാനും ഇപ്പൊ പ്രായോഗികമായിട്ട് കുറെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പോ ഇത് വരികയാണ്, നമ്മുടെ പിന്നീട് ബന്ധനത്തിന് നിരോധനം വരികയാണ്, ട്രോളിംഗ് നിരോധനമുണ്ട്. അത് മാത്രമല്ല, ഇപ്പോ കടലിൽ പോയി മത്സ്യം പിടിക്കാൻ പറ്റിയ സാഹചര്യമല്ലേ. കപ്പൽ മറിയുന്ന സമയത്ത് കടലിൽ ഇറങ്ങരുത് എന്നുള്ള മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. കാരണം അന്ന് 1 മീറ്റർ മുതൽ ഏകദേശം മീറ്റർ വരെ പൊക്കത്തിൽ
തിരയടിക്കുന്നുണ്ട്, അതുകൊണ്ട് കടലിൽ ഇറങ്ങരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ മത്സ്യമേഖലയിൽ അത് വലിയ ആഘാതം സൃഷ്ടിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും, തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. പിന്നെ അതുകൊണ്ട് അവർക്ക് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വന്നടിയുന്നതുകൊണ്ട് അവർക്ക് ഏതെങ്കിലും തരത്തില് മത്സ്യബന്ധനം നടത്താൻ അവർക്ക് ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ നഷ്ടപരിഹാരം അവർക്ക് കൊടുക്കേണ്ടതാണ്. പക്ഷെ ഒന്നുകൂടെ ഞാൻ അടിവരയിട്ട് പറയുന്നു, മത്സ്യബന്ധനത്തിനോ ഈ പിടിക്കുന്ന മത്സ്യം കഴിക്കുന്നതിനോ ഒരു കുഴപ്പവുമില്ല. അതെ സതീഷ് ഗോപി, ഒരു ചെറിയ കാര്യം നമുക്ക് അത് അവിടെ നിൽക്കട്ടെ. അതിനപ്പുറം ഈ നഷ്ടപരിഹാര സാധ്യത നമുക്ക് വാങ്ങിച്ചെടുക്കാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാരുകളോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ നൽകുന്നതിനപ്പുറം ഈ കപ്പൽ കമ്പനി തന്നെ നൽകാൻ സാധ്യതയുള്ള ഒരു വലിയ നഷ്ടപരിഹാരമുണ്ട്. അതിന് കൃത്യമായ അന്താരാഷ്ട്ര നിയമങ്ങളുമുണ്ട്. ആ സാധ്യത നമ്മൾ പ്രയോജനപ്പെടുത്തുമോ എന്നതാണ് ചോദ്യം. ആ സാധ്യത നമ്മൾ ഉണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തണം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസരിച്ചിട്ട് നമ്മുടെ തീരത്ത് അങ്ങനെ ഒരു പിന്നീട് എന്താ പറയുന്നത്, ഒരു കുഴപ്പം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ട് ആ കപ്പല് ക്യാപ്സൈസ് ചെയ്തുകൊണ്ട് കപ്പലിന്റെ വേസ്റ്റുകൾ തീരത്ത് വന്നടിഞ്ഞ് ഇത്ര നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അത് ഫുൾ പ്രൂഫ് ആയിരിക്കണം, അത് തെറ്റാൻ പാടില്ല. അത് വന്ന് കമ്പനിയുടെ ആൾക്കാർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അവർ നഷ്ടപരിഹാരത്തിലേക്ക് നീങ്ങുകയുള്ളൂ. അപ്പോ നമ്മളിത് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ പ്രൂവ് ചെയ്യണം. എത്ര നഷ്ടമുണ്ടായി എന്നുള്ളത് കൃത്യമായിട്ട് രേഖകളിൽ പ്രൂവ് ചെയ്യണം. അന്താരാഷ്ട്ര നിയമങ്ങളുണ്ടെങ്കിൽ ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഈ നഷ്ടപരിഹാരം കണക്കാക്കേണ്ടത്. ഇത് വന്ന് തിരിച്ച് ഏത് കമ്പനിയാണോ അവരുടെ കമ്പനിയുടെ ആൾക്കാർ വന്ന് ഇത് പരിശോധിക്കുകയും ചെയ്യും. പരിശോധിച്ച് ഉറപ്പുവരുത്തിയാൽ മാത്രമേ നമുക്ക് നഷ്ടപരിഹാരം കിട്ടുകയുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ശരി, വളരെ നന്ദി. സതീഷ് ഗോപി, ഹൈഡ്രോളജിസ്റ്റ്, അദ്ദേഹം ഈ മേഖലയിലെ വിദഗ്ധൻ കൂടിയാണ്. അദ്ദേഹം പ്രതികരിച്ചതിന്. ചാൾസ് ആന്റണി, മത്സ്യത്തൊഴിലാളികളുടെ പ്രതിനിധിയാണ്. ചാൾസ് ജോർജ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ചാൾസ് ജോർജ്, താങ്കൾ ഈ അപകടമുണ്ടായ തുടക്ക ദിവസം തന്നെ ഇതിൽ ദുരൂഹത, അതല്ലെങ്കിൽ എങ്ങനെ ഇത് കൊച്ചി തീരത്ത് തന്നെ അപകടമുണ്ടായി, അത് മത്സ്യമേഖലയ്ക്ക് ഉണ്ടാക്കുന്ന പ്രതിസന്ധിയൊക്കെ പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധി ഉണ്ടായതിനു ശേഷം മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങളുടെ ആശങ്കയാണ് ഇതിലൊരു യഥാർത്ഥത്തിൽ കാര്യമാണ്. കയറുന്ന കണ്ടെയ്നറുകളെ ലിസ്റ്റ് എടുക്കും. ചാൾസ് ജോർജ്, അദ്ദേഹത്തിന് ഫോൺ കണക്ട് ചെയ്യാൻ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. എന്തായാലും മത്സ്യമേഖലയ്ക്ക് അല്ലെങ്കിൽ തീരവാസികൾക്കുണ്ടായ നാശനഷ്ടം പരിഹരിക്കാൻ കൃത്യമായ നഷ്ടപരിഹാര സാധ്യതകൾ മുന്നിലുണ്ട്. ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സംസ്കാരം തയ്യാറാവട്ടെ. എന്തായാലും ഇതുണ്ടാക്കിയ നാശനഷ്ടങ്ങൾ പഠിക്കാൻ സംസ്ഥാനം ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ സമിതിയുടെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. കപ്പൽ കമ്പനിയുമായുള്ള ചർച്ചകൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഡാൻ, അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി. നിലവിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഒപ്പം ചീഫ് സെക്രട്ടറി തലത്തിലാണ് ആ ചർച്ചകൾ നടക്കുന്നത്. എന്താണ് നിലവിൽ ഈ നഷ്ടപരിഹാരം വാങ്ങിച്ചെടുക്കുന്നതിന് വേണ്ടി സർക്കാർ ഇതുവരെ നടത്തിയിരിക്കുന്ന പ്രവർത്തനം? ഒപ്പം തന്നെ ഈ തീരത്തെ മാലിന്യം നീക്കാൻ ഉള്ള ആദ്യത്തെ ആർജവത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടോ? സജിത്ത്, പ്രാഥമികമായ നടപടികളുടെ ഭാഗമായാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സമിതി ഇതുമായി ബന്ധപ്പെട്ട് ഈ കണക്കെടുപ്പ്, നഷ്ടപരിഹാരത്തിന്റെ അല്ലെങ്കിൽ ഈ ആകെ ഉണ്ടായ നഷ്ടത്തിന്റെ കണക്കെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെയായിരിക്കും ഈ സമുദ്ര ഗവേഷണ രംഗത്തെ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് പാരിസ്ഥിതികമായി ഉണ്ടാക്കിയേക്കുന്ന പ്രത്യാഘാതങ്ങൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അതോടൊപ്പം സമുദ്ര സമ്പത്തിനെ ഏത് തരത്തിലാണ് ഈ ഒരു ദുരന്തം ബാധിച്ചിരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായൊരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അതിനുശേഷം അത് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന് കൈമാറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിന്നായിരിക്കും രാജ്യാന്തര ഇടപെടലുകളുടെ ഭാഗമായി ഈ MSC കമ്പനിയുമായി ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരത്തിന് ക്ലെയിം ഉന്നയിക്കുന്നത്. അവിടെ കൃത്യമായി അദാനി പോർട്ടിന്റെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെയുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഈ നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പൂർത്തിയാകും. മറ്റ് നിയമപ്രശ്നങ്ങൾ ഒന്നുമില്ല എങ്കിൽ ആ നഷ്ടപരിഹാരം സംസ്ഥാന സർക്കാരിന് വൈകാതെ തന്നെ ലഭിച്ചേക്കും എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ.